ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചോദ്യം ആദ്യം വൈജ്ഞാനിക ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉസൂലുമ തൊട്ടപ്പോൾ പൊള്ളി. എന്തിനാ ആ ആയത്ത് ഞങ്ങൾ ഇവിടെ ഓതിയത്? നിങ്ങളുടെ അൽമനാറിൽ നിങ്ങൾ രേഖപ്പെടുത്തിയത് എന്താണ്? വൽതകുൻ ഉമ്മത്തുൻ എന്ന ആയത്ത് ഓതിയിട്ട് അത് സംഘടനയുണ്ടാക്കാൻ തെളിവാണ്. അത് സംഘടനയുണ്ടാക്കാൻ ആമായ ആ ആയത്തിന്റെ തഹ്തിലാണ് നിങ്ങൾ സംഘടനയുണ്ടാക്കാൻ അത് തെളിവ് പറഞ്ഞത്. നിയ്യത്ത് കൊണ്ട് ഇബാദത്താവുന്നല്ലേ ഇമാമുമാര് പറഞ്ഞത്? എവിടെ പോയി? ഇവിടെയാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ നോക്കണം. അപ്പോ സംഘടന ഉണ്ടാക്കാൻ സ്വഹാബത്തിന്റെ ആവശ്യമില്ല. നിങ്ങളാ ഈ 3:15 വാക്കിൻ്റെതൊക്കെ 18 വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നോക്കണം, വളരെ കൃത്യമാണ്. നമ്മുടെ വാദത്തിൽ നിന്നും വിഷയാവതരണത്തിൽ നിന്നുമാണ് ചോദ്യം. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ സംഘടനയുണ്ടാക്കിയത്. നിങ്ങളുടെ അൽമനാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ചോദിക്കണില്ല ഇവിടെ സംഘടന ഉണ്ടാക്കലാണോ പ്രശ്നം? അല്ല, നിങ്ങൾ അതിനു വേണ്ടി പറഞ്ഞ ഉസൂൽ എന്താണ്? ആ ഉസൂലിനെ തൊട്ടപ്പോ നിങ്ങൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറി തെന്നി മാറാനുള്ള ശ്രമമാണ്. ഞങ്ങൾ അതിനനുവദിക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ ഉസൂലിൽ നിന്നാണ് ഞങ്ങൾ ചോദ്യം വന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. സംഘടന ഉണ്ടാക്കാൻ അപ്പോൾ തെളിവിന്റെ ആവശ്യമില്ല. വേണ്ട. നിങ്ങളുടെ AP അബ്ദുൽ ഖാദർ മൗലവി എന്താണ് എഴുതി വെച്ചത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അംഗീകൃതമായി വന്നിട്ടില്ലാത്ത രൂപമോ സമയക്രമമോ നിശ്ചയിക്കുന്നത് സ്വീകാര്യമല്ല. പറ്റൂല എന്നാ പറഞ്ഞത്. സംഘടനക്ക് നിങ്ങൾക്ക് വേറെ തെളിവും പിന്നെ നബിദിനത്തിന് വേറെ തെളിവും. ആമായ ആ ആയത്തിന്റെ തഹ്തിൽ നിങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ തെളിവ് കിട്ടാൻ. അപ്പൊ നമുക്കത് പറ്റൂല, നിങ്ങൾക്കത് പറ്റും. ഇത് എവിടെ തന്നെയായ വളരെ കൃത്യമാണ്. വിഷയത്തിന്റെയും വാദത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുമ്പോ അപ്പൊ ദേഷ്യം വരിക. മര്യാദക്ക് ചോദ്യം ചോദിച്ചോന്നാ പറഞ്ഞത്. ചോദ്യം അകത്തിറച്ചിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അത്ര ദേഷ്യത്തിൽ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നോക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? നിങ്ങൾ പറഞ്ഞു കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് പറയാണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? അപ്പൊ പറയും അത് വിഷയത്തിൽപ്പെട്ടതല്ല. അതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ക്യാപ്സൂൾ. ഇത് ആദ്യം തന്നെ എഴുതി കൊണ്ടുവന്നാ തോന്നുന്നത്. അത് വിഷയത്തിൽപ്പെട്ടത്. മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം. തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി സ്കൈപ്പാവാനുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയൂ. അൽഹംദുലില്ലാ, ഒന്നാമത്തെ മറുപടി പറഞ്ഞു. ആയത്ത് തെളിവാണ്, അത് ആമായ ദലീലാണ്, അത് മതി, അതിന് ഖാസാക്കേണ്ട കാര്യമില്ല, അത് സംഘടന ഇബാദത്തല്ല. തെളിവ് പറഞ്ഞു, മറുപടി പറഞ്ഞു. നിങ്ങൾ കേൾക്കാത്ത എന്താണ്? രണ്ടാമത്തെ മറുപടി തിരുപ്പിറവി റഹ്മത്താണോ? റഹ്മത്താണ്, റഹ്മത്താണ്, സംശയമില്ല. നബി തങ്ങൾ പറഞ്ഞു ഫീഹി യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ്, തിങ്കളാഴ്ച നോമ്പ് നോറ്റോളിന, അന്ന് ബിരിയാണി നോടിന്നല്ല പറഞ്ഞത്. അപ്പൊ അത് റഹ്മത്താണ്. പക്ഷെ അത് നിഅമത്തായി കൊണ്ടെടുക്കണം. അവിടെയാണ് പ്രശ്നം. ഏതായിരുന്നാലും രണ്ട് ചോദ്യം മറുപടി പറഞ്ഞു. അപ്പൊ പറഞ്ഞ വിഷയം എന്താ? ഇപ്പൊ കാര്യശേഷം കൃത്യമായി വരുന്നുണ്ട്. എന്തായാലും ബിദ്അത്താണ് എന്നോർത്തിപ്പോ തർക്കമില്ല. ബിദ്അത്താണ്, നബിയുടെ കാലത്തില്ല, സ്വഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, അയിമത്തുൽ പരിചയമില്ല. അത് നിങ്ങൾ ഇത്തിഫാഖാണ്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അയിമത്തുൽ അർബഅക്ക് പരിചയമില്ല പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആണ്. ഇനി എന്താണ് സംഘടന ഉണ്ടാക്കി? അത് ഞാൻ പറഞ്ഞു, സംഘടന ഉണ്ടാക്കുക ഒരു കുഴപ്പമില്ല. ഇനി വേണ്ടി ഉണ്ടാക്കി കൂടി എത്ര സംഘടന ഉണ്ടാക്കുക? പിരിയും തോറും പിളരും തോറും നമ്മൾ സംഘടന ഉണ്ടാക്കുക. ഒക്കെ ഈ ആയത്ത് മതി, വേറെ ആയത്ത് ആവശ്യമില്ല. ആ ഒറ്റ ആയത്ത് മതി. ഒക്കെ അത് ഓരോ കാലത്ത് എന്താണോ ആമായി ഹൈറായത് അതൊക്കെ ചെയ്യാൻ വിരോധമില്ല. പിന്നെ നിയ്യത്ത് കൊണ്ട് ഇബാദത്താവൂലെന്ന്, അതാണ് നമ്മൾ പിടുത്തം. നിയ്യത്ത് കൊണ്ട് ഇബാദത്താവ് എന്ന് പറഞ്ഞപ്പോഴാണ് അസ്ലി ഇബാദത്ത് അല്ലാതാക്കുമ്പോഴാണ്. അസ്ലി ഇബാദത്ത് അല്ലാത്തിനല്ലേ നിയ്യത്ത് കൊണ്ട് ഇബാദത്ത് എന്ന് പറയാം. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അതെങ്ങനെയാണ് പിന്നെ മുൻകർത്തായി മാറുക? അതെങ്ങനെ ശൈത്താന മാർഗമായി മാറുക? അതെങ്ങനെ പിഴച്ചവാദമായി മാറുക? അവിടെയാണ് പിടുത്തം. ഇത് നിങ്ങൾ നിയ്യത്ത് കൊണ്ട് മാത്രം ഇബാദത്താക്കുന്ന പരിപാടിയല്ല. നബിദിനാഘോഷത്തിന് നിങ്ങൾ അസ്ലുണ്ടെന്നാണ് പറയുന്നത്. നബിദിനാഘോഷം അസ്ലുണ്ടെന്ന് മാത്രമല്ല, നബിദിനാഘോഷത്തെ നിങ്ങൾ ഈ റബീഉൽ അവ്വൽ എന്താ 930-40 ഈ റബീഉൽ അവ്വൽ എന്താണ്? നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്. സുന്നി അഫ്കാറുകൾ തന്നെയാണ്. നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്, നിയ്യത്ത് കൊണ്ട് ഇബാദത്താവുന്നല്ല പറഞ്ഞത്. അത് വേറെ. അത് ഈ മുനാദറ, ഈ സംവാദം നിയ്യത്ത് ശരിയാണെങ്കിൽ നമുക്ക് കൂലി കിട്ടും. അതാണ് അപ്പറിഞ്ഞ അർത്ഥം. എന്നാൽ അതുപോലെ ഒരാൾ പുതിയ നിസ്കാരം ഉണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ നോമ്പുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ വല്ല ഇബാദത്തുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. അതാണ് ഇവിടെ മർമ്മം. നബിദിനാഘോഷം ബിദ്അത്താണ്, അത് മുൻകറത്താണ്, വഴികേടാണ്, ളലാലത്താണ്. കാരണം മതത്തിൽ ഇല്ലാത്തത് മതത്തിലേക്ക് ചേർക്കലാണ്. നബി തങ്ങൾ റഹ്മത്തായതുകൊണ്ട് നബിദിനാഘോഷം ഉണ്ടാക്കാൻ നമുക്ക് അവകാശമുണ്ടോ?
ഇല്ലല്ലോ. ഈസാ നബി റഹ്മത്തല്ലേ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട്? അത് വിഷയം വേറെയാണ്. നബിതങ്ങൾ റഹ്മത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതൊന്നും ഒരാളും തർക്കണ്ടായിട്ട് കാര്യമില്ല, അത് യാഥാർത്ഥ്യമാണ്. അതേസമയം നിങ്ങൾ മതത്തിലേക്ക് പുതിയത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു, അതാണ് ഇവിടെ പ്രശ്നം. പിന്നെ സമയക്രമം രൂപക്രമം ഇതുണ്ടാക്കാൻ പാടില്ല എന്ന് APJ ഇത് ശരിയാണ്. അതിനാണ് ബിദഅത്തുൽ അസ്ൽ. നബിതങ്ങൾ ആഴമായി പഠിപ്പിച്ചത് നമ്മളെ വക സമയം വെക്കുക, നമ്മളെ വക രൂപം വെക്കുക, നമ്മളെ വക എണ്ണം വെക്കുക. എങ്ങനെ? യുദാഹി അശ്ശറഇയ്യ, ശറഇയ്യത്തിനോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ. അപ്പോൾ അത് വിദഗ്ധാവും. എന്നാൽ സംവാദത്തിന് സമയം വെച്ചു, പത്രിക ആരംഭിക്കാം, 15 മിനിറ്റ് അവതരിപ്പിക്കാം, 3 മിനിറ്റ് ചോദിക്കാം, ഇത് വിദഗ്ധാണോ? അല്ല. ഇതെന്താണ്? അതിനകത്ത് ആമായിരുന്നുള്ളത്. അതേസമയം മതത്തിലേക്ക് നിങ്ങൾ പുതുതായി കൊണ്ടുവരുമ്പോൾ അത് എന്തായാലും പ്രശ്നം തന്നെയാണ്. അത് നിങ്ങൾ ശറഇൽ തന്നെ പെട്ടതാണ് എന്ന് നിങ്ങൾ എഴുതി, മൂല്യമുള്ള ഇബാദത്താണ് എന്ന് എഴുതി. മാത്രവുമല്ല അബൂലഹബ് ഉദ്ഘാടനം ചെയ്തത്, നബിയാഘോഷം ഉദ്ഘാടനം ചെയ്തത് അബൂലഹബാണെന്നാണ് നിങ്ങൾ എഴുതി വിട്ടത് 989. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത് ബിദ്അത്ത് തന്നെയാകുന്നു, ഇത് മതത്തെ കൂട്ടിച്ചേർത്തതാകുന്നു. നബിതങ്ങൾക്കറിയാത്ത, സ്വഹാബത്തിനറിയാത്ത, താബികൾക്കറിയാത്ത, അയിമത്തുർബയ്ക്കറിയാത്ത, ആദ്യ നൂറ്റാണ്ടുകൾക്കാർക്കും പരിചയമില്ലാത്ത, പിന്നീട് ഷിയാക്കൾ തുടങ്ങി വെച്ച, പിന്നീട് മുല്ലാ ഉമർ ഏറ്റെടുത്ത, പിന്നീട് മുദഫർ രാജാവ് ഏറ്റെടുത്ത ഒരു ഭരണ പരിഷ്കാരമായി കൊണ്ടുവന്ന, അതിന് ഇബ്നു ദഹിയ എന്ന് പറയുന്ന അന്നത്തെ രാജാവിനെ ഒപ്പിച്ച് നിൽക്കുന്ന ഒരാൾ ഉണ്ടാക്കി കൊടുത്ത മൗലിയും കൂടി തെളിവായി പിടിച്ചുകൊണ്ടാണ് അത് നാട്ടിൽ പിന്നെ പ്രചാരത്തിൽ വന്നത്. അല്ലാതെ ഇതിന് ഉത്തമ തലമുറയുടെ പിൻബലമില്ല. ഒരു ഇബാദത്താണെങ്കിൽ തീർച്ചയായും അത് നബിതങ്ങൾ ചെയ്യും, സ്വഹാബിമാർ ചെയ്യും, താബിഈങ്ങൾ ചെയ്യും, തബഉ താബികൾ ചെയ്യും. അവരാരും ചെയ്യാത്തൊരു ഇബാദത്ത് നമുക്കില്ല. ഇബ്നു മസ്ഊദ് പറഞ്ഞല്ലോ, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ. നബിയുടെ സ്വഹാബിമാർ ഇബാദത്തായി കാണാത്ത ഒന്നും നിങ്ങൾ ഇബാദത്തായി ചെയ്യരുത്. കാരണം ഫഇന്നൽ അവ്വല ലം യദദിൽ ആഖിരി മഖാല. ആദ്യ തലമുറകൾ അവസാനക്കാർക്ക് വേണ്ടി ഒന്നും ബാക്കി വെച്ച് പോയിട്ടില്ല പറയാതെ എന്നാണ്. നമ്മളെ വക പറയാൻ, നമ്മളെ വക ഉണ്ടാക്കാൻ ഒന്നും ബാക്കി വെച്ച് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങളും ഞങ്ങളും ഇത്തിഫാക്കായി ആദ്യ തലമുറക്ക് പരിചയമില്ല, സ്വഹാബത്തിന് അറിയില്ല, താബികൾക്കറിയില്ല, വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വക ദുർവ്യാഖ്യാനമാണ് എന്നിവിടെ ബോധ്യമായി. അതുകൊണ്ട് ഇനി അവർക്ക് ചെയ്തില്ലെങ്കിൽ നല്ലതാണോ അല്ലെന്നല്ലേ, അത് നല്ലതല്ല തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ. പിന്നെ വെറുതെ ഈ വാശിയും ബഹളും ഈ വക്കാണും ഇതിനൊക്കെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അവരൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർ ചെയ്തത് മതി, അല്ലാത്തത് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പ്രശ്നം തീരുമല്ലോ.